ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു 28,000 രൂപയ്ക്ക് താഴെ ഒരു ഫുൾ പി സി സെറ്റപ്പാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പി സിയിൽ പറയുന്ന പാർട്സിൻ്റെ പ്രൈസ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് വെച്ച് നോക്കുമ്പോൾ പ്രൈസ് ചെറുതായിട്ടൊന്ന് വേരിയേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾ പി സി പാർട്സിൻ്റെ പ്രൈസ് ഡെയിലി ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ചില ദിവസങ്ങളിൽ പ്രൈസ് കൂടുന്നുണ്ട്, അതുപോലെ തന്നെ ചില ദിവസങ്ങളിൽ പ്രൈസ് കുറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസിൽ അതായത് 28,000 പറയുന്നതിൽ ചെറുതായിട്ട് ചിലപ്പോൾ ഒന്ന് 2,000 രൂപ കൂടാനോ അല്ലെങ്കിൽ ചിലപ്പോൾ 2,000 രൂപ കുറയാനോ അല്ലെങ്കിൽ 1,000 രൂപ കൂടാനോ കുറയാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ വളരെയധികം ഷോർട്ടേജ് ആണ് പി സി പാർട്സിനൊക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും നമുക്ക് നമ്മളെ പി സി ബിൽഡ് ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു പി സി ബിൽഡ് യൂസ് ചെയ്യുന്ന പ്രൊസസ്സർ എന്ന് പറയുന്നത് ഇൻ്റലിൻ്റെ പെൻറ്റിയം ഗോൾഡ് G5420 എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ്. ഇൻ്റലിൻ്റെ 9th ജനറേഷൻ പ്രൊസസ്സറാണ്. നമുക്കിതിനകത്ത് 2 കോറും 4 ത്രെഡുമാണ് വരുന്നത്. ബേസ് ഫ്രീക്വൻസി അതായത് സിംഗിൾ ഫ്രീക്വൻസി മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. 3.80 GHz ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സറിനകത്ത് നമുക്ക് ഇൻബിൽഡ് UHD 610 ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഇൻബിൽഡ് ഈ ഒരു പ്രോസസ്സറിനകത്ത് ഗ്രാഫിക്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഗ്രാഫിക്സ് കാർഡിന് വേണ്ടി പ്രൈസ് അഡീഷണൽ യൂസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അടുത്ത് നമ്മളോട് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് അസ്യൂസിൻ്റെ H310 മദർ ബോർഡാണ്. ഇത് ഇൻ്റലിൻ്റെ 9th ജനറേഷനും 8th ജനറേഷനും പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മദർ ബോർഡിൽ 2 RAM സ്ലോട്ട് വരുന്നുണ്ട്. ഇൻബിൽഡ് വൈഫൈ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മദർ ബോർഡിൻ്റെ 2 വേരിയൻറ്റ് വരുന്നുണ്ട്. H310 CS എന്നും പറഞ്ഞിട്ട് H310E എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഈ എന്ന് പറയുന്ന വേരിയൻറ്റിൽ നമുക്ക് HDMI ഔട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മദർ ബോർഡിൽ നമുക്ക് VGA ഔട്ട് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും VGA ഔട്ടുള്ള മദർ ബോർഡ് എടുക്കുന്നേക്കാളും എന്തുകൊണ്ടും ബെറ്റർ HDMI ഔട്ട് കൂടി വരുന്ന മദർ ബോർഡാണ്. അതായത് ഇപ്പോഴത്തെ ജനറേഷനിൽ മോണിറ്റേഴ്സ് എല്ലാം HDMI സപ്പോർട്ടാണ്. VGA സപ്പോർട്ടൊക്കെ കുറഞ്ഞു വരെയാണ്. VGA സപ്പോർട്ട് ഏകദേശം ഒരു പഴയ ജനറേഷനാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് HDMI സപ്പോർട്ട് ചെയ്യുന്ന HDMI ഔട്ട് വരുന്ന മദർ ബോർഡ് എടുക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് VGA എടുക്കുന്നതിലും എടുക്കാം. കാര്യം നമ്മളോട് ചൂസ് ചെയ്യുന്ന ബാക്കി കാര്യങ്ങളും VGA സപ്പോർട്ടറാണ്. അടുത്ത് നമ്മളോട് RAM യൂസ് ചെയ്തിരിക്കുന്ന ക്രൂഷ്യലിൻ്റെ ബേസിക്സിൻ്റെ 8GB RAM DDR4 2666 MHz RAM ആണ്. 8GB സിംഗിൾ സ്റ്റിക്കിൻ്റെ ആവശ്യം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു റാമിനകത്ത് ഹീറ്റ് സിങ്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ നമുക്ക് അത്യാവശ്യം ഈ ഒരു ബിൽഡിന് വളരെയധികം സഫീഷ്യൻ്റ് ആയ ഒരു RAM തന്നെയാണ്. അടുത്ത നമ്മളുടെ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന Seagate Barracuda 1TB ഹാർഡ് ഡിസ്ക് ആണ്. 7200 RPM ആണ് ഈ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ സ്പീഡ് വരുന്നത്. നമ്മളിതൊരു ഗെയിമിംഗ് PC അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓഫീസ് യൂസ് അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസിങ് രജിസ്ട്രേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന PC ആയതുകൊണ്ട് തന്നെ SSDയുടെ ഒരു വലിയൊരു ആവശ്യം നമുക്ക് ഇവിടെ വരുന്നില്ല. അല്ലെങ്കിൽ തന്നെ SSD യൂസ് ചെയ്താലും നമ്മളെ ബഡ്ജറ്റ് കയറാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു ബഡ്ജറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നമുക്ക് 1TB ഹാർഡ് ഡിസ്ക് അത്യാവശ്യം സ്പീഡൊക്കെ ആയിരിക്കും, വലിയ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. അതുപോലെ തന്നെ സ്പേസ് മസ്റ്റായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് 1TB ഹാർഡ് ഡിസ്ക് ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്ത ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ PC കേസ് വിത്ത് SMBs, അതായത് പവർ സപ്ലൈ ഉള്ള PC കേസ് തന്നെ നമ്മൾ ചൂസ് ചെയ്യണം. അഡീഷണൽ പവർ സപ്ലൈ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ബഡ്ജറ്റ് ഒരുപാട് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംപെക്സിൻ്റെയോ ഇൻടെക്സിൻ്റെയോ അല്ലെങ്കിൽ സെബ്രോണിക്സിൻ്റെയോ അല്ലെങ്കിൽ ഫിംഗേഴ്സിൻ്റെയൊക്കെ ക്യാബിനറ്റുകൾ ഒരുപാടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ക്യാബിനറ്റ് കിട്ടുന്നതായിരിക്കും വിത്ത് പവർ സപ്ലൈ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിനകത്ത് 2500 അല്ലെങ്കിൽ ഒരു 2000 ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാബിനറ്റ് വിത്ത് പവർ സപ്ലൈ ചൂസ് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ക്യാബിനറ്റ് എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടം തന്നെയാണ്. നമ്മൾ അടുത്തൊരു PC പാർട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് 93% നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഈ ഒരു ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ നമ്മൾ ഇതൊരു ഓഫീസ് യൂസ് അങ്ങനെയുള്ള യൂസിനൊക്കെ യൂസ് ചെയ്യുന്ന PC ആയതുകൊണ്ട് തന്നെ കറണ്ട് കട്ട് നമ്മുടെ നാട്ടിൽ എപ്പോഴും സ്ഥിരമായി ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ PC എന്തായാലും പെട്ടെന്ന് ഓഫ് ആവും. അതുകൊണ്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും UPS യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. PCയുടെ ഒരു സേഫ്റ്റിക്ക് കൂടെ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും UPS യൂസ് ചെയ്യണം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന UPS എന്ന് പറയുന്നത് V-Guardൻ്റെ 600 വാട്ടിൻ്റെ UPS ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സഫീഷ്യൻ്റ് ആയ ഒരു UPS തന്നെയാണ്. നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ വരെ ബാക്കപ്പ് ഈ ഒരു PCക്കകത്ത് കിട്ടുന്നതായിരിക്കും ഈ ഒരു UPS യൂസ് ചെയ്യുമ്പം. അരമണിക്കൂർ അല്ലെങ്കിലും നിങ്ങൾക്ക് ഷുവറായിട്ടും ഒരു 20 മിനിറ്റ് മസ്റ്റ് ആയിട്ടും കിട്ടുന്നതായിരിക്കും ഒരു 600 വാട്ടിൻ്റെ UPS യൂസ് ചെയ്യുമ്പോൾ. അടുത്ത ഈ ഒരു PC ബിൽഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് മോണിറ്റർ വേണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയൊരു മോണിറ്റർ എന്ന് പറയുന്നത് ഏസറിൻ്റെ 20 ഇഞ്ചിൻ്റെ മോണിറ്ററാണ്. നമുക്കിതിനകത്ത് HD ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത്. അതുപോലെ തന്നെ ഇതൊരു TN പാനലാണ്. ഇതൊരു 1080p മോണിറ്റർ അല്ല, വെറും HD മോണിറ്ററാണ്. അപ്പോൾ നമുക്കിതിനകത്ത് 60 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. പിന്നെ നമുക്കിതിനകത്ത് 2 വീഡിയോ ഔട്ട്പുട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് HDMI ഔട്ട് പോർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ VGA പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 പോർട്ട് ഉള്ളത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് നമ്മൾ VGA പോർട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ നമുക്ക് HDMI പോർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം പൊതുവേ ഇപ്പോൾ എല്ലാ മോണിറ്റേഴ്സിലും HDMI പോർട്ടാണ് വരുന്നത്. VGA പോർട്ടുകൾ വളരെയധികം കുറവാണ്.
എന്നാലും കുഴപ്പമില്ല, ചെറിയ ബഡ്ജറ്റിൽ വരുന്നതിലൊക്കെ VGA പോർട്ട് വരുന്നുണ്ട്. പക്ഷേ 2 പോർട്ടുള്ള മോണിറ്റർ ആയതുകൊണ്ടും കുഴപ്പമില്ല. ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മോണിറ്ററാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും PC ബിൽഡ് സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എല്ലാ കമൻസും നോക്കുന്നതായിരിക്കും, എല്ലാ കമൻസിൻ്റെയും PC ബിൽഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ കുറച്ച് ടൈം എടുക്കും, കാര്യം നമുക്ക് ഒരു ഗ്യാപ്പ് ഇട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടാണെങ്കിൽ പോലും എല്ലാ കമൻസും പറയുന്ന PC ബിൽഡ് സജഷൻസ് വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.